ദിശ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ MTSന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം MTSന്റെ പരീക്ഷ വരാൻ പോവാണ്. ഇനിയിപ്പോൾ ഉടനെ എക്സാമുകളുണ്ട് അല്ലെ. CHSL എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് മാർച്ച് 9th. അതുപോലെ തന്നെ CGLന്റെ Tier 2 എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനുശേഷം പിന്നെ MTSന്റെ എക്സാം കാണും. സോ MTSന്റെ എക്സാമിന് ഇന്ത്യൻ പൊളിറ്റിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റിയിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് MTS ബേസ്ഡ് ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇതുവരെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോരോ പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നോക്കി പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഇപ്പൊ നമ്മളൊരു എക്സാം എഴുതാനായിട്ട് പോകുമ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ സിലബസ് ആണ് അല്ലേ. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു എക്സാം എഴുതാൻ പോവാനായിട്ട്. എന്ത് പഠിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്, അത് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ നമുക്കൊരു എക്സാം നന്നായിട്ട് എഴുതാനും അത് ക്രാക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ. സോ ആദ്യം നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം ഇന്നതാണ്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ ചോദിക്കണേ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ആദ്യമേ ഉണ്ടാവണം. സോ ഇന്ത്യൻ പൊളിറ്റിയിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കവർ ചെയ്തിട്ട് മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോകേണ്ട പോർഷൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പം ആദ്യം ഇന്ത്യൻ പൊളിറ്റിയിൽ നിങ്ങൾ മെയിൻ ആയിട്ട് വരുന്ന നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നോക്കിയേ, ആർട്ടിക്കിൾസ്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ആർട്ടിക്കിൾസുകളും നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെഡ്യൂൾസ്, പാർട്ട്. അപ്പം ഈ ഷെഡ്യൂള്, പാർട്ട്, ആർട്ടിക്കിൾസ് അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റുകളുണ്ട്. ഇപ്പം സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അങ്ങനെയൊക്കെ. അപ്പൊ ലിസ്റ്റും അതിൽ വരുന്ന കാര്യങ്ങളും ഒക്കെ പഠിക്കാനുണ്ട്. ആൻഡ് സോഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ അത് അത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട ഒരു പോർഷൻ ആണ്. ഓക്കെ, ദെൻ അമെൻമെന്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് അമെൻമെന്റ്സുകൾ ഉണ്ട്. അപ്പൊ അതിൽ എല്ലാം നിങ്ങൾക്ക് പഠിക്കണം, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ അമെൻമെന്റ്സും നിങ്ങൾ നോക്കിയിട്ട് പോകണം. ദെൻ അടുത്തതാണ് ഏതാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. നോക്കിയേ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്നുള്ളത് നോക്കിയേ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ MTSന് ചോദിച്ചിട്ടുള്ള, ഇതുവരെ ചോദിച്ചിട്ടുള്ള നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് ഉണ്ടാവും. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല. കാരണം എന്ന് വെച്ചാൽ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിലുള്ള ഏതെങ്കിലും ആർട്ടിക്കിൾസ് ചോദിക്കും, എന്തെങ്കിലും ഒരു കാര്യം അതിന് ഉറപ്പായിട്ടും ചോദിക്കും. സോ അത് നിങ്ങൾ നന്നായി പഠിച്ച് കവർ ചെയ്തിട്ട് പോകേണ്ട ഒരു കാര്യമാണ്. കാരണം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ആ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും. എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ചോദിക്കുന്നത്. സോ അങ്ങനെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ അത് തെറ്റിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കും, ആ ഒരു മാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭാഗം നന്നായി തന്നെ പഠിച്ചിട്ട് പോകുക, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. പിന്നെ വരുന്നത് പാർലമെന്റ് ആണ്. ഓവറോൾ പാർലമെന്റിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തായാണ്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആണ് പ്രൈം മിനിസ്റ്റർ. പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും പ്രൈം മിനിസ്റ്ററിനെയും പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വേണം. ദെൻ അടുത്തത് ഗവൺമെന്റ് ബോഡീസ് കമ്മിറ്റി റിപ്പോർട്ട്. ഗവൺമെന്റ് ബോഡീസ് ഉണ്ട്, കമ്മിറ്റി റിപ്പോർട്ടുകൾ, കാര്യങ്ങൾ, കുറെ റിപ്പോർട്ട്സുകൾ ഉണ്ട്, അത് പഠിക്കാറുണ്ട്. ദെൻ 5 year പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതി, 5 year പ്ലാൻസ് അല്ലെ. നമുക്ക് 12 പ്ലാനുകൾ ഉണ്ട്. അപ്പൊ അതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്. ഇനി പോളിറ്റി ഓഫ് നൈബറിംഗ് കൺട്രീസിന്റെ നമ്മുടെ അയൽ രാജ്യങ്ങളുടെ എല്ലാം ഒന്നുമില്ല, ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഓവറോൾ നിങ്ങൾക്ക് സിലബസ് മനസ്സിലായാലും ഒരു ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്നും നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ MTS എക്സാമിന് വേണ്ടിയിട്ട് പൊളിറ്റിയിൽ നിന്നും പഠിക്കേണ്ടത്. ആർട്ടിക്കിൾസ്, ഷെഡ്യൂൾസ്, പാർട്ട്, ലിസ്റ്റ്, സോഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് പ്രധാനമായും അമെൻമെന്റ്സ്, റൈറ്റ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, പാർലമെന്റ്, അതുപോലെ തന്നെ ഗവൺമെന്റ് ബോഡീസ്, 5 year പ്ലാൻസ്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നന്നായി തന്നെ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചിട്ട് എക്സാമിന് പോവുക. നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്നും ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ ഒരു ഭാഗത്തും ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇത്രയും ഭാഗം നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാന്ന് നോക്കാം. കാരണം നമ്മൾ ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം എങ്ങനെ വരുമെന്നും എങ്ങനെ എഴുതണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഓക്കെ, ശരി.
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി ഷെഡ്യൂൾസ് ആർ ദെയർ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ഷെഡ്യൂൾസ് ഉണ്ട്? ഹൗ മെനി ഷെഡ്യൂൾസ് ആർ ദെയർ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ ഒരു ഭാഗമാണല്ലോ ഷെഡ്യൂൾ. നമ്മളിപ്പോ നോക്കി ആർട്ടിക്കിൾ, ഷെഡ്യൂൾ, പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടോപ്പിക് ആണ്. ഓക്കെ, അപ്പം ഷെഡ്യൂൾ, എത്ര ഷെഡ്യൂൾസ് ഉണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ? എത്ര ഷെഡ്യൂൾസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ഷെഡ്യൂൾസ് ഉണ്ട്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, എത്ര ഷെഡ്യൂൾസ് ഉണ്ടെന്നൊന്ന് പറഞ്ഞേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ഷെഡ്യൂൾ ചോദിച്ചാൽ 12 ഷെഡ്യൂൾസ് ആണുള്ളത്. എത്ര ഷെഡ്യൂൾ ഉണ്ട്? 12 ഷെഡ്യൂൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് എന്നാണെന്ന് അറിയാം. 1950 ജാനുവരി 26 എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. ഇതിന്റെയൊക്കെ കുറെ ക്ലാസ്സുകൾ നമ്മൾ പ്രീവിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതിലൊക്കെ പറയുന്നുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 1950 ജാനുവരി 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. അപ്പം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എന്ന് പറയുന്നത് എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 395 ആർട്ടിക്കിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എത്ര പാർട്സ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 22 പാർട്സ് ആണ് ഉണ്ടായിരുന്നത്. എത്ര ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 8 ഷെഡ്യൂൾസ്. മനസ്സിലായോ? അപ്പൊ 1950 ജാനുവരി 26, 1950 ജനുവരി 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ നമുക്ക് 395 ആർട്ടിക്കിളും 22 പാർട്ടും 8 ഷെഡ്യൂളും ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂഷനിൽ 395 ആർട്ടിക്കിളും 22 പാർട്ടും 8 ഷെഡ്യൂളും ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നിലവിൽ ഇപ്പോൾ ഉള്ളത് കറന്റ്ലി എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ 470ഓളം ആർട്ടിക്കിൾ ഉണ്ട്. 448 എന്നായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 470ഓളം ആർട്ടിക്കിൾ ഇപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. പാർട്ട് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ടും 25 പാർട്ടാണ് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. ഷെഡ്യൂൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 12 ഷെഡ്യൂൾ. അപ്പൊ നമ്മളോട് ചോദിച്ചു ഹൗ മെനി ഷെഡ്യൂൾ ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ഷെഡ്യൂൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 12 ഷെഡ്യൂൾ ആണുള്ളത്. ഒറിജിനലി എത്ര ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 8 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഒറിജിനലി 8 ഷെഡ്യൂൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്ര ആയി? അത് 12 ഷെഡ്യൂളായി. അപ്പം ഏകദേശം 25 പാർട്ടും 470ഓളം ആർട്ടിക്കിളും 12 ഷെഡ്യൂളും ഇപ്പോൾ എന്തിലുണ്ട്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട്. ഓക്കെ ആണോ? ശരി. അപ്പം 12 ഷെഡ്യൂൾ ആണല്ലോ ഉള്ളത്. അപ്പൊ ഈ 12 ഷെഡ്യൂളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. 12 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. 12 എണ്ണം. ഒന്നാമത്തെ ഷെഡ്യൂൾ ഇസ് റിലേറ്റഡ് ടു എന്തിനെ പറ്റി പറയുന്നു? രണ്ടാമത്തെ ഷെഡ്യൂൾ എന്താണ്? അങ്ങനെ നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 12 ഷെഡ്യൂൾ അല്ലെ നമ്മൾ പറഞ്ഞു. ഇപ്പൊ നിലവിൽ 12 ഷെഡ്യൂൾ ആണുള്ളത്. അപ്പൊ അത് പഠിക്കാനായിട്ട് ഞാനൊരു കോഡ് പറഞ്ഞു തരാം. ടിയേഴ്സ് ഓഫ്, പലർക്കും ചിലപ്പോൾ അറിയാവുന്ന ഒരു കോഡായിരിക്കും അത്. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM, ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. ഈ കോഡ് പഠിച്ചു വെച്ചേക്കാം. 12 ഷെഡ്യൂളും നമ്മൾ പഠിക്കും. ഓക്കെ, ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. ലെറ്റർ നോക്കുക. TEARSOFOLD ലെറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോവരുത്. കറക്റ്റ് ആയിട്ട് അങ്ങനെ പഠിച്ചു വെച്ചേക്കാം. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 12 ഷെഡ്യൂൾ നമ്മൾ പഠിച്ചു. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്ന് പഠിച്ച കുഞ്ഞുങ്ങളെ 12 ഷെഡ്യൂൾ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഷെഡ്യൂൾ, ഒന്നാമത്തെ ലെറ്റർ എന്താണ്? T ആണ്. ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് T. അപ്പൊ ഒന്നാമത്തെ ഷെഡ്യൂൾ ടെറിട്ടറീസ്. ഒന്നാമത്തെ ഷെഡ്യൂൾ എന്തിനെ പറ്റി പറയുന്നു? ടെറിട്ടറീസ്. ഇന്ത്യൻ യൂണിയൻ ആൻഡ് ടെറിട്ടറീസ്. അപ്പം ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നത് ഇന്ത്യൻ യൂണിയനും അതിന്റെ അതിർത്തികളെയും പറ്റി പറയുന്ന ഷെഡ്യൂൾ ആണ് ഒന്നാമത്തെ ഷെഡ്യൂൾ. ഓക്കെ, സെക്കൻഡ് ലെറ്റർ എന്താണ്? നോക്കിയേ നിങ്ങൾ. സെക്കൻഡ് ലെറ്റർ എന്ന് പറയുന്നത് E ആണ്. സോ E അല്ലെ, സെക്കൻഡ് ലെറ്റർ E ആണ്. E മീൻസ് എമോൾമെന്റ്സ്. E എന്ന് പറഞ്ഞാൽ എന്താണ്? എമോൾമെന്റ്സ്. എമോൾമെന്റ്സ് എന്ന് പറഞ്ഞാൽ സാലറി അല്ലെങ്കിൽ പ്രിവിലേജ് അല്ലെങ്കിൽ അലവൻസ് എന്നൊക്കെ നമുക്ക് പറയാം. സാലറി എന്നോ അലവൻസ് എന്നോ പ്രിവിലേജ് എന്നോ ഒക്കെ പറയാം. അതാണ് എമോൾമെന്റ്സിന്റെ മീനിങ്. അപ്പൊ E ഫോർ എമോൾമെന്റ്സ്. എമോൾമെന്റ്സ് മീൻസ് ഇപ്പൊ പ്രസിഡന്റിന്റെയോ വൈസ് പ്രസിഡന്റിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ സ്പീക്കറുടെയോ അല്ലെങ്കിൽ CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, AG സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരുടെയോ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ സാലറിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ അലവൻസിനെ പറ്റിയിട്ട് പറയുന്ന ഷെഡ്യൂളാണ് സെക്കൻഡ് ഷെഡ്യൂൾ. ദാറ്റ് ഈസ് E ആയിരുന്നു ലെറ്റർ അല്ലെ. അപ്പൊ എമോൾമെന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരണം എമോൾമെന്റ്സ് മീൻസ് സാലറി. സാലറിനെ പറ്റി അലവൻസിനെ പറ്റി പറയുന്ന ഷെഡ്യൂളാണ് സെക്കൻഡ് ഷെഡ്യൂൾ. ഇനി മൂന്നാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് A ആണ്. A. സോ മൂന്നാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് A മീൻസ് അഫർമേഷൻ എന്നാണ്. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഓത്ത് എന്നാണ് അർത്ഥം. ഓത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സത്യപ്രതിജ്ഞ അല്ലെ, അഫർമേഷൻ അല്ലെങ്കിൽ ഓത്തിനെ പറ്റിയിട്ട് പറയുന്ന ഷെഡ്യൂൾ ആണ് തേർഡ് ഷെഡ്യൂൾ. നമ്മൾ പറഞ്ഞ ഈ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജി ആയാലും CAG ആയാലും യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആയാലും ഇവരുടെ എല്ലാം ഓത്തിനെ പറ്റിയിട്ട് അഫർമേഷനെ പറ്റിയിട്ട് പറയുന്ന ഷെഡ്യൂൾ ആണ് തേർഡ് ഷെഡ്യൂൾ. ഇപ്പൊ ഫസ്റ്റ് വൺ ടെറിട്ടറി, ടി ആയിരുന്നു, ടെറിട്ടറീസിനെ പറ്റി പറയുന്നു. സെക്കൻഡ് ആയിരുന്നു, എന്ന് പറഞ്ഞാൽ എമോൾമെന്റ് സാലറിനെ പറ്റി പറയുന്നതാണ്. തേർഡ് ആയിരുന്നു, മീൻസ് ഓത്ത്, അഫർമേഷൻ. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓത്ത്, സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്നു. ഇനി നാലാമത്തേത് എന്ന് പറയുന്നത് ആറാണ്. ആറെന്ന് പറഞ്ഞാൽ രാജ്യസഭാ സീറ്റ്സ് റിസർവേഷൻ കേട്ടോ. രാജ്യസഭാ സീറ്റ് സ്റ്റേറ്റിലാണെങ്കിലും യൂണിയൻ ടെറിട്ടറിയിലാണെങ്കിലും രാജ്യസഭാ സീറ്റ്സിന്റെ റിസർവേഷനെ പറ്റിയിട്ട് പറയുന്ന ഷെഡ്യൂൾ ആണ് നാലാമത്തെ ഷെഡ്യൂൾ. നാലാമത്തെ ലെറ്റർ ആറായിരുന്നു. ആറെന്ന് പറയുന്നത് രാജ്യസഭാ സീറ്റ്സ് റിസർവേഷൻ ആണ് കേട്ടോ. രാജ്യസഭാ സീറ്റ്സ് സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറിയിലും ഒക്കെ രാജ്യസഭാ സീറ്റ്സ് റിസർവേഷനെ പറ്റിയിട്ട് പറയുന്നു. അഞ്ചാമത്തെ ഷെഡ്യൂൾ ആണ്. എസ് ഫോർ SC/ST. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബുകളെ പറ്റിയിട്ട് പറയുന്നത്, അവരുടെ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ കൺട്രോളിനെയൊക്കെ പറ്റിയിട്ട് പറയുന്ന ഷെഡ്യൂളാണ് അഞ്ചാമത്തെ ഷെഡ്യൂൾ. ദാറ്റ് ഈസ് എസ് ആയിരുന്നു. എസ് എന്ന് വെച്ചാൽ SC/ST, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഇനി അടുത്തതാണ് ആറാമത്തെ ഷെഡ്യൂൾ അല്ലെ. ആറാമത്തെ ലെറ്റർ എന്താണ്? ആണ്. ആറാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് ഓ എന്ന് പറഞ്ഞാൽ അതർ ഷെഡ്യൂൾഡ് ഏരിയാസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അതർ ഷെഡ്യൂൾഡ് ഏരിയാസ്. അതർ ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്കണം നിങ്ങള്, ആസം, മേഘാലയ, അതുപോലെ മിസോറാം, അതുപോലെ ത്രിപുര. ആസം, മേഘാലയ, മിസോറാം, ത്രിപുര പോലെയുള്ള സ്റ്റേറ്റിലുള്ള ട്രൈബൽ പീപ്പിൾസ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിനെ പറ്റിയിട്ട് പറയുന്നു എന്ന് പറഞ്ഞു എസിനകത്ത്. അതിൽ പെടാത്ത ആൾക്കാർ, ആ കൂട്ടത്തിൽ വരാത്ത ആൾക്കാരെയാണ് അതർ ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണല്ലേ, അസമും മേഘാലയം, മിസോറാമും ത്രിപുരയൊക്കെ, അവിടെയുള്ള ട്രൈബൽ പീപ്പിൾസ് അല്ലെങ്കിൽ അവിടെയുള്ള ഷെഡ്യൂൾഡ് ഏരിയാസിനെ പറ്റിയിട്ട് പറയുന്നതാണ് ആറാമത്തെ ഷെഡ്യൂൾ. അതാണ് അതർ ഷെഡ്യൂൾഡ് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അഞ്ചാമത്തെ SC/ST പറ്റി പറയുന്നു. ആറാമത്തത് ആണ്. എന്ന് പറഞ്ഞാൽ അതർ ഷെഡ്യൂൾഡ് ഏരിയ, മറ്റതിലൊന്നും പറയാത്ത കാറ്റഗറി ഓഫ് ആൾക്കാരുടെ പറ്റി പറയുന്ന, അതല്ലെങ്കിൽ ഈ പറയുന്ന അസം, മേഘാലയ, മിസോറാം, ത്രിപുരയിലുള്ള ട്രൈബൽ പീപ്പിൾസിനെ പറ്റി പറയുന്ന ഷെഡ്യൂൾ ആണ് ആറാമത്തെ ഷെഡ്യൂൾ. ഇനി അടുത്ത ലെറ്റർ നമുക്കറിയാം, ഏഴാമത്തെ ലെറ്റർ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഫെഡറൽ പ്രൊവിഷൻ എന്നാണ് അർത്ഥം. എഫ് എന്താണ്? ഫെഡറൽ പ്രൊവിഷൻ. ഏഴാമത്തെ ഷെഡ്യൂൾ ഫെഡറൽ പ്രൊവിഷനെ പറ്റിയിട്ട് പറയുന്നു. ഫെഡറൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നു. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ലിസ്റ്റുകളെ പറ്റിയിട്ട് പറയുന്നു. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞു ലിസ്റ്റുകൾ എന്ന്. പ്രധാനമായിട്ടും നമുക്കറിയാം 3 ലിസ്റ്റുകളാണുള്ളത്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. പ്രധാനപ്പെട്ട 3 ലിസ്റ്റുകളാണ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. യൂണിയൻ ലിസ്റ്റിൽ കുറെ സബ്ജക്റ്റുകൾ ഉണ്ട്. അപ്പൊ ആ സബ്ജക്റ്റിനെ പറ്റിയിട്ടെല്ലാം ഉള്ള അധികാരം ആർക്കാന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവ്ലി യൂണിയൻ ഗവൺമെന്റിനാണ്. അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കുന്നത് യൂണിയൻ ഗവൺമെന്റ് ആണ്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ അതിലും കുറെ സബ്ജക്റ്റുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിലുള്ള കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഇനി അടുത്ത തേർഡ് വൺ ആണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റും യൂണിയൻ ഗവൺമെന്റും ഈക്വൽ ആയിട്ടുള്ള അധികാരമാണുള്ളത്. അതിൽ കുറെ സബ്ജക്റ്റുകൾ പറയുന്നുണ്ട്. അതിനകത്ത് യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഈക്വൽ അധികാരമാണുള്ളത്. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കണമെങ്കിൽ അതിൽ അധികാരം കൂടുതൽ യൂണിയൻ ഗവൺമെന്റിനാണ്. യൂണിയൻ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരേപോലെ അധികാരം ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ കുറച്ചും കൂടി അധികാരം കൂടുതൽ ആർക്കാണെന്ന് ചോദിച്ചാൽ അത് യൂണിയൻ ഗവൺമെന്റിനാണ്. ഓക്കെ, അപ്പൊ ഈ ലിസ്റ്റുകളെ പറ്റി പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് തമ്മിലുള്ള റിലേഷൻ പറയുന്ന ലിസ്റ്റുകളെ പറ്റി പറയുന്ന ഷെഡ്യൂൾ ആണ് ഏഴാമത്തെ ഷെഡ്യൂൾ. ദാറ്റ് ഈസ് എഫ് ഫോർ ഫെഡറൽ പ്രൊവിഷൻ. ഇനി അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് 8 അല്ലെ. എട്ടാമത്തെ ലെറ്റർ ആണ് അല്ലെ. എട്ടാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് അപ്പൊ എട്ടാമത്തെ ഷെഡ്യൂൾ എന്ന് വെച്ചാൽ ഒഫീഷ്യൽ ലാംഗ്വേജ്. എന്താണ് ഒഫീഷ്യൽ ലാംഗ്വേജ്? ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റി പറയാം. നമുക്കറിയാം ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഇപ്പൊ എത്ര ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്? 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണുള്ളത്. ആ 22 ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റിയിട്ട് പറയുന്ന ഷെഡ്യൂൾ ആണ് എട്ടാമത്തെ ഷെഡ്യൂൾ. അപ്പൊ ഒന്നും കൂടെ പറയാം. ഒന്നെന്തായിരുന്നു? ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എന്ന് ഓർത്തിരിക്കുക. 1 ടെറിട്ടറീസ് ആണ്, 2 എമോൾമെന്റ്സ്, 3 അഫർമേഷൻ, 4 രാജ്യസഭാ സീറ്റ് റിസർവേഷൻ, 5 SC/ST, 6 ആയിരുന്നു അതർ ഷെഡ്യൂൾഡ് ഏരിയാസ്, 7 എഫ് ആയിരുന്നു ഫെഡറൽ പ്രൊവിഷൻ, 8 ആയിരുന്നു ഒഫീഷ്യൽ ലാംഗ്വേജ്. ഓക്കെ, ഇനി ഒന്നുകൂടെ എഴുതാൻ ഞാൻ ടിയേഴ്സ് ഓഫ് ഓൾഡ്
PM ഇതല്ലേ നമ്മളപ്പം 8 വരെ ഉള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനി 9ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് L ആണ്. L എന്ന് പറഞ്ഞാൽ ലാൻഡ് റിഫോംസ് എന്നാണ് അർത്ഥം കേട്ടോ. ഭൂപരിഷ്കരണ നിയമങ്ങളെ പറ്റി പറയുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു 8 ഷെഡ്യൂൾ മാത്രമാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഇപ്പൊ പക്ഷെ 12 ഷെഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പം ബാക്കിയുള്ള ഷെഡ്യൂളുകളെ അമെൻഡ് ചെയ്ത് കൂട്ടിച്ചേർത്താണ്. മനസ്സിലായോ? അപ്പം അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭേദഗതി അല്ലെ. ഭേദഗതി മീൻസ് നമ്മളിപ്പോ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിലോ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ ത്രൂ അമെൻമെന്റ് വഴി മാത്രമേ പറ്റൂ. ഓരോ അമെൻമെന്റ് ആക്ടുകൾ കാണും. ആ അമെൻമെന്റ് ആക്ടിലൂടെ മാത്രമേ നമുക്ക് പുതുതായിട്ടൊരു കാര്യം ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ എടുത്ത് കളയാനോ ഒക്കെ സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ 8 ഷെഡ്യൂൾ എന്നുള്ളത് ഇപ്പൊ 12 ഷെഡ്യൂൾ ആണ്. സോ 9ഉം 10ഉം 11ഉം 12ഉം പിന്നീട് ആഡ് ചെയ്ത് കൂട്ടിച്ചേർത്താണ്. സോ അപ്പൊ 9ാമത്തെ എന്ന് പറയുന്നത് എല്ലാണ്. ലാൻഡ് റിഫോംസിനെ പറ്റി പറയുന്നു, ഭൂപരിഷ്കരണ നിയമത്തെ പറ്റി പറയുന്നു. അത് ആഡ് ചെയ്തിരിക്കുന്ന അമെൻമെന്റ് ആക്ട് പഠിക്കണം നമ്മൾ. 9ാമത്തെ ഷെഡ്യൂൾ ആഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് അമെൻമെന്റ് ആക്ട് 1951 ആണ്. അപ്പൊ ആദ്യമായിട്ട് അമെൻമെന്റ് ആക്ട് നടക്കുന്നത് തന്നെ 1951ലാണ്. ഫസ്റ്റ് അമെൻമെന്റ് ആക്ട് 1951 ആണ്. 9th ഷെഡ്യൂൾ ആഡ് ചെയ്തത് അത് എന്താന്ന് ചോദിച്ചാൽ ലാൻഡ് റിഫോംസ് ആണ്. ഇനി 10ാമത്തെ ഷെഡ്യൂൾ DLA ലെറ്റർ. ഡി എന്ന് പറഞ്ഞാൽ ആന്റി ഡിഫെക്ഷൻ ലോ എന്നാണ് അർത്ഥം. ഡി എന്താണ്? ആന്റി ഡിഫെക്ഷൻ ലോ. നിങ്ങൾ ഡിഫെക്ഷൻ ഓർത്തിരിക്കുക, ആന്റി ഡിഫെക്ഷൻ ലോ ആണ്. കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയും. അതിന്റെ അമെൻമെന്റ് ആക്ട് 52nd അമെൻമെന്റ് ആക്ട് 1985 ആണ് കേട്ടോ. 1985 52nd അമെൻമെന്റ് ആക്ട് ആണ് 10ാമത്തെ ഷെഡ്യൂൾ ഡി, ആന്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയും. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് അല്ലെ, പാർലമെന്റിലും സ്റ്റേറ്റിലും ഒക്കെ നമ്മുടെ ആർട്ടിക്കിൾ 102 പറയുന്നുണ്ട് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ്. അടുത്ത പാർലമെന്റും സ്റ്റേറ്റിലും ഒക്കെ ആൾക്കാരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ, കൂറുമാറുക. ഒരു പാർട്ടി ചിഹ്നത്തിൽ നിന്ന് ജയിച്ചു കഴിയുമ്പോൾ വേറൊരു പാർട്ടി മാറുക, അതാണ് കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്നത്. അതാണ് 10ാമത്തെ ഷെഡ്യൂൾ ആന്റി ഡിഫെക്ഷൻ ലോ. ഇനി 11ാമത്തെ ഷെഡ്യൂൾ പി ആണ്. പി എന്ന് പറഞ്ഞാൽ പഞ്ചായത്താണ് കേട്ടോ. പഞ്ചായത്ത് അല്ലെ പഞ്ചായത്ത് രാജ് അല്ലെ പഞ്ചായത്ത് സിസ്റ്റം ആഡ് ചെയ്ത ഷെഡ്യൂൾ ആണ് 11ാമത്തെ ഷെഡ്യൂൾ. അമെൻമെന്റ് ആക്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 73rd അമെൻമെന്റ് ആക്ട് ആണ് 1992. 1992 73rd അമെൻമെന്റ് ആക്ട് ആണ് 11ാമത്തെ ഷെഡ്യൂൾ ആഡ് ചെയ്തത്. അത് എന്താന്ന് ചോദിച്ചാൽ പി ആണ്. പി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്. ഇനി ഒന്നുകൂടി ഉണ്ട്, 12ാമത്തെ ഷെഡ്യൂൾ എം ആണ്. എം എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ആണ് കേട്ടോ. M for മുനിസിപ്പാലിറ്റി ആണ്. മുനിസിപ്പാലിറ്റി ആഡ് ചെയ്തത് ഏത് അമെൻമെന്റ് ആക്ട് ആണെന്ന് ചോദിച്ചാൽ 74th അമെൻമെന്റ് ആക്ട്, സെയിം ഇയർ ആണ് 1992. 1992 74th അമെൻമെന്റ് ആക്ട് ആണ് 12ാമത്തെ ഷെഡ്യൂൾ ആഡ് ചെയ്തിരിക്കുന്നത്. M for മുനിസിപ്പാലിറ്റി. 11ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് പി ആണ്. P for പഞ്ചായത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞു 9ാമത്തെ ഷെഡ്യൂൾ L, ലാൻഡ് റിഫോംസ് ആണ്. 1ാമത്തെ അമെൻമെന്റ് ആക്ട് 1951. 10ാമത്തെ ഷെഡ്യൂള് ഡി ആണ്, ആന്റി ഡിഫെക്ഷൻ ലോ, 52nd അമെൻമെന്റ് ആക്ട് 1985. 11ാമത്തെ ഷെഡ്യൂൾ പി, പഞ്ചായത്ത്, 73rd അമെൻമെന്റ് ആക്ട് 1992. 12ാമത്തേത് M for മുനിസിപ്പാലിറ്റി, അത് ഏതാ വെച്ചാൽ 74th അമെൻമെന്റ് ആക്ട് 1992. ഓക്കെ, അപ്പൊ നമ്മൾ ആ 12 ഷെഡ്യൂളിനെയും പറ്റിയിട്ട് പറഞ്ഞു. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM ഓർത്തിരിക്കുക. അപ്പൊ എത്ര ഷെഡ്യൂൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര ഷെഡ്യൂൾ ഉണ്ട്? 12 ഷെഡ്യൂൾ ആണുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In which article of the Indian Constitution there are eradication of untouchability? Eradication of untouchability. Eradication of untouchability. Okay. അപ്പം അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ അല്ലെ, അത് ഇറാഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിളാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ പാർട്ട് 3 എന്ന് പറയുന്നത് പാർട്ട് 3 ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് സിലബസ് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഫണ്ടമെന്റൽ റൈറ്റ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന്. പാർട്ട് 3 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 3ാമത്തെ പാർട്ടിൽ പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ടാണ്. നമുക്ക് 25 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ 3ാമത്തെ പാർട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നു. അതിൽ വരുന്ന ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെയാണ് കേട്ടോ. 12 മുതൽ 35 വരെ. അപ്പൊ പാർട്ട് 3 എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്ന പാർട്ടാണ്. 12 തൊട്ട് 35 വരെയുള്ള ആർട്ടിക്കിൾ അതിലാണ്. ഇനി മനസ്സിലാക്കുക, ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന നിലവിൽ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്. നേരത്തെ 7 ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, 7 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ 6 ഫണ്ടമെന്റൽ റൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരെണ്ണം ഡിലീറ്റ് ചെയ്ത് പോയത് റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ്, സ്വത്ത് അവകാശമാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഇപ്പോൾ അത് ലീഗൽ റൈറ്റ് ആണ്, നിയമാവകാശമാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് മാറി ഇപ്പോൾ എത്ര ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. 44th അമെൻമെന്റ് ആക്ട് 1978 റൈറ്റ് ടു പ്രോപ്പർട്ടി. ആ ഒരു പോർഷൻ വരുമ്പോൾ ക്ലിയർ ആയിട്ട് കുറച്ചും കൂടി പറഞ്ഞു തരാം കേട്ടോ. റൈറ്റ് ടു പ്രോപ്പർട്ടി ഡിലീറ്റ് ചെയ്തത്
44th അമെന്റ്മെന്റ് ആക്ട് 1978 ആണ്. അതിലൂടെ റൈറ്റ് ടു പ്രോപ്പർട്ടിനെ ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ നിലവിൽ 6 ഫണ്ടമെന്റൽ റൈറ്റേ ഉള്ളൂ. അതിൽ ആദ്യത്തേതാണ് റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്നത്. 6 ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആദ്യത്തെ റൈറ്റ് ആണ് റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്നത്. അതിൽ വരുന്ന ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. 14 തൊട്ട് 18 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് റൈറ്റ് ടു ഇക്വാളിറ്റി വരുന്നത്. 12ഉം 13ഉം നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് അല്ല, അതും ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്നതാണ്. പക്ഷെ ആദ്യം വരുന്നത് റൈറ്റ് ടു ഇക്വാളിറ്റി. അതിൽ 14 തൊട്ട് 18 വരെയുള്ള ആർട്ടിക്കിൾ ആണ് പറയുന്നത്. അതിൽ 14ാമത്തെ ആർട്ടിക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് വെച്ചാൽ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് അല്ലെ. നിയമം ലോയ്ക്ക് മുന്നിൽ ആരും എന്തിലും ഒരു വിവേചനവുമില്ല, എല്ലാവരും എങ്ങനെയാണ് ഒരുപോലെയാണെന്ന് പറയുന്നതാണ് 14. 15 എന്ന് പറയുന്ന ആർട്ടിക്കിൾ പ്രൊഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ. ഒരു രീതിയിലുള്ള വിവേചനവും പാടില്ല. ചിലപ്പോൾ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആവാം, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആവാം, സെക്ഷുവൽ ഡിസ്ക്രിമിനേഷൻ ആവാം. അപ്പൊ പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻസ് നമ്മുടെ നാട്ടിലുള്ള അതൊന്നും പാടില്ല. പ്രൊഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ എന്ത് ചെയ്യുക, പ്രൊഹിബിറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് 15ാമത്തെ ആർട്ടിക്കിൾ. ഇതിന് 16ാമത്തെ എന്ന് പറയുന്നത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ ദ മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. പബ്ലിക് എംപ്ലോയ്മെന്റ് അവസര സമത്വം ഈക്വൽ ആകുക. പബ്ലിക് എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ ഒരു വിവേചനവും പാടില്ല. നമുക്കറിയാം, ഇപ്പൊ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, ആ എക്സാമിന് അപ്ലൈ ചെയ്യാം. ഇന്ന ജാതിയിലുള്ളവർ ഇന്ന പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഇന്ന റേഷ്യൽ ഇതിലുള്ളവർ ഇന്നത് അപ്ലൈ ചെയ്തുകൂടാ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമുക്കൊരു ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ അതിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതാണ് അവസര സമത്വം ഈക്വൽ ആയിരിക്കണം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം പബ്ലിക് എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ. അതാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 17 ആണ് ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി അല്ലെ അബോളിഷസ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. തൊട്ടുകൂടായ്മ അങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകളുണ്ട്. അപ്പൊ അത് ഇറാഡിക്കേറ്റ് ചെയ്യുക. ഈ 17ാമത്തെ ആർട്ടിക്കിളിനെയാണ് മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ച് പാസ്സാക്കിയ ആർട്ടിക്കിളാണ്. മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ച് പാസ്സാക്കിയ ആർട്ടിക്കിൾ ആണ് 17 എന്ന് പറയുന്നത്. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അല്ലെ ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. 18ാമത്തത് അബോളിഷസ് ടൈറ്റിൽ. തലക്കെട്ടുകൾ എന്ത് ചെയ്യുക, അബോളിഷ് ചെയ്യുക എന്നുള്ളതാണ്. എക്സെപ്റ്റ് മിലിറ്ററി ടൈറ്റിലും അക്കാഡമിക് ആയിട്ടുള്ള ടൈറ്റിൽസ് ഉപയോഗിക്കാം. ബാക്കിയുള്ള ടൈറ്റിലുകൾ അബോളിഷ് ചെയ്യുക. അബോളിഷസ് ടൈറ്റിൽ ആണ് 18. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. ഏതാണ് ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി? ആർട്ടിക്കിൾ 17 ആണ് ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. തേർഡ് ക്വസ്റ്റൻ ആണ്, വിച്ച് പാർട്ട് വാസ് ആഡഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട്? ഇപ്പൊ നമ്മൾ പറഞ്ഞതാണല്ലേ 73rd അമെന്റ്മെന്റ് ആക്ട് 1992 ആണ്. എന്ത് ആഡ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു, പഞ്ചായത്ത്. 11th ഷെഡ്യൂൾ ആഡ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. 11th ഷെഡ്യൂൾ എന്ന് പറയുന്നത് പഞ്ചായത്തിനെ പറ്റിയിട്ടാണെന്ന് പറഞ്ഞു. ഇനി ആ പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വിച്ച് പാർട്ട്? ഇവിടെ പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പാർട്ട് ശ്രദ്ധിക്കുക. 73rd അമെന്റ്മെന്റ് ആക്ടിലൂടെ എന്ത് ആഡ് ചെയ്ത പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഷെഡ്യൂൾ നമുക്കറിയാം 11ാമത്തെ ഷെഡ്യൂൾ ആണ് പഞ്ചായത്തിനെ പറ്റി പറയുന്നതെന്ന് അറിയാം. പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പാർട്ട് ചോദിച്ചാൽ പാർട്ട് 9 ആണ് കേട്ടോ. പാർട്ട് ഏത് പാർട്ടിലാണ് പഞ്ചായത്തിനെ പറ്റി പറയുന്നത്? പാർട്ട് 9 ആണ്. പാർട്ട് 9ലാണ് പഞ്ചായത്തിനെ പറ്റിയിട്ട് പറയുന്നത്. ഓക്കെ, ഇതിൽ ആർട്ടിക്കിൾ പഞ്ചായത്തിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? 243 മുതൽ 243O വരെയാണ് കേട്ടോ. അപ്പം പഞ്ചായത്തിന്റെ അമെന്റ്മെന്റ് ആക്ട് 73rd അമെന്റ്മെന്റ് ആക്ട് 1992 ആണ്. 11ാമത്തെ ഷെഡ്യൂൾ ആഡ് ചെയ്തു പഞ്ചായത്ത്. പാർട്ട് ചോദിച്ചാൽ 9 ആണ്. ആർട്ടിക്കിൾ ചോദിച്ചാൽ 243 to 243O ആണ്. 243 മുതൽ 243O വരെയുള്ളതാണ് എന്തെന്ന് പറയുന്നത്. ഇത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാ വെച്ചാൽ 243 മുതൽ 243O വരെ. പിന്നെ ഈ പഞ്ചായത്തിലെ ഒരു 29 സബ്ജക്റ്റുകളെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. ഈ പഞ്ചായത്തില് നമുക്ക് ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പഞ്ചായത്തിൽ 29 വിഷയങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്, 29 സബ്ജക്റ്റുകളെ പറ്റി. ഓക്കെ, അപ്പൊ 73rd അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് ഏത് പാർട്ട് ആഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ 9th പാർട്ടാണ്. 9th പാർട്ട്. ഓക്കെ, ക്ലിയർ? 4ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ദ പ്രൊവിഷൻ ഓഫ് ദ യൂണിയൻ ടെറിട്ടറി? യൂണിയൻ ടെറിട്ടറീസിനെ പറ്റിയിട്ട് പറയുന്ന പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ പാർട്ടുകളെല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. പാർട്ട് 1 എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. ഇന്ത്യൻ യൂണിയനും അതിന്റെ അതിർത്തികൾ. ഇവിടെ യൂണിയൻ ടെറിട്ടറി എന്നാട്ടോ, ഇത് കേന്ദ്രഭരണ പ്രദേശം എന്നാണ് ഇതിന്റെ മീനിങ്. യൂണിയൻ ടെറിട്ടറിനെ പറ്റി പറയുന്ന പാർട്ട് ചോദിച്ചിരിക്കുന്നു. പാർട്ട് 1 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇന്ത്യൻ യൂണിയനും അതിന്റെ ടെറിട്ടറിയുമാണ്. പാർട്ട് 2 സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നു, പൗരത്വത്തെ പറ്റി പറയുന്നു. പാർട്ട് 3 നമ്മളിപ്പോ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. പാർട്ട് 4 എന്താണ്?
പാർട്ട് 4 എന്ന് പറയുന്നത് എന്തിനെ പറ്റിയിട്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. പാർട്ട് 4 മനസ്സിലാക്കി വെച്ചേക്കുക. പാർട്ട് 4 എന്ന് പറയുന്നത് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും. അതാണ് പാർട്ട് 4 കേട്ടോ. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണ് പാർട്ട് 4. അതുപോലെ 4A ഉണ്ട്, മനസ്സിലാക്കി വെച്ചിരിക്കുക. 4A ഉണ്ട്. 4A കേട്ടോ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റിയിട്ട് പറയുന്നതാണ്. അപ്പോൾ 1 ഇന്ത്യൻ യൂണിയൻ ആൻഡ് ടെറിട്ടറി, 2 സിറ്റിസൺഷിപ്പ്, 3 ഫണ്ടമെന്റൽ റൈറ്റ്സ്, 4 ഡിറക്റ്റീവ് പ്രിൻസിപ്പൽ, 4A ഉണ്ട്. അത് അമെന്റ്മെന്റിലൂടെ ആഡ് ചെയ്തതാണ്. ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. 4A എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. 5ാമത്തെ പാർട്ട് എന്താണ്? യൂണിയൻ ഗവൺമെന്റിന്, യൂണിയനെ പറ്റി പറയുന്നതാണ്. 6ാമത്തെ പാർട്ട് എന്താന്ന് ചോദിച്ചാൽ ഏതാണ്? സ്റ്റേറ്റിനെ പറ്റി പറയുന്നതാണ്. 5 യൂണിയൻ, 6 സ്റ്റേറ്റ്. ഇനി 7ാമത്തെ പാർട്ടിനെ ഡിലീറ്റ് ചെയ്തിട്ട് പാർട്ട് ഉണ്ടായിരുന്നു 7ാമത്തത്. 7ാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ പാർട്ട് ബി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിരുന്നു കേട്ടോ. പാർട്ട് 7 ഉണ്ടായിരുന്നു, അത് പാർട്ട് ബി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിരുന്നു. പക്ഷെ ഇതിനെ എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഒരു അമെന്റ്മെന്റ് ആക്ടിലൂടെ മാത്രമേ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കൂ. അത് 7th അമെന്റ്മെന്റ് ആക്ട് ആണ്. 1956 7ാമത്തെ അമെന്റ്മെന്റ് ആക്ട് ആണ് പാർട്ട് 7 ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. പാർട്ട് ബി സ്റ്റേറ്റ് ആയിരുന്നു, അപ്പൊ പാർട്ട് 7 ഇല്ല. ദെൻ പാർട്ട് 8. പാർട്ട് 8 ആണ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത്. പാർട്ട് 8 ഏതാണ്? യൂണിയൻ ടെറിട്ടറീസ്. പിന്നെ വരുന്നത് പാർട്ട് 9 ആണ്. പാർട്ട് 9 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പഞ്ചായത്താണ്. 9A ഉണ്ട്. 9A മുനിസിപ്പാലിറ്റിയെ പറ്റി പറയുന്നു. 9B ഉണ്ടായിരുന്നു. 9B എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. പക്ഷെ 2021 സുപ്രീം കോടതി വിധി പ്രകാരം പാർട്ട് ബിനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു, ഡിലീറ്റഡ് ആയി. അപ്പൊ പാർട്ട് 8 യൂണിയൻ ടെറിട്ടറി, 9 പഞ്ചായത്ത്, 9A മുനിസിപ്പാലിറ്റി, 9B കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു. പാർട്ട് 10 ഉണ്ട് ട്രൈബൽ ഏരിയാസിനെ പറ്റിയിട്ട് പറയുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 14A ആണ് കേട്ടോ. 14A, പാർട്ട് 14A ആണ്. 14A എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റി പറയുന്നത് കേട്ടോ. 14A ഉണ്ട്. 14A എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റി പറയുന്നതാണ്. അതുപോലെ 15 ഉണ്ട്. 15 പാർട്ട് എന്ന് പറയുന്നത് election ആണ് ട്ടോ election അപ്പം 14 അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആണ് 15 എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഇലക്ഷനെ പറ്റി പറയുന്നു 16 ഏതാണെന്ന് ചോദിച്ചാൽ 16 SC ST OBC നെ പറ്റി പറയുന്നതാണ് 16 എന്ന് പറയുന്ന പാർട്ട് 17 എന്ന് പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ട്ടോ 17 പാർട്ട് 17 ൽ ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റി പറയുന്നു പാർട്ട് 18 എന്താ വെച്ചാൽ എമർജൻസിയെ പറ്റി പറയുന്നു പാർട്ട് 20 ഏതാ വെച്ചാൽ അമെൻഡ്മെന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് പാർട്ട് 20 അമെൻഡ്മെന്റ് ആണ് അമെൻഡ്മെന്റ് അപ്പം 14 അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ 15 എന്താന്ന് ചോദിച്ചാൽ ഇലക്ഷൻ 16 എന്ന് പറയുന്ന പാർട്ടിൽ SC ST OBC നെ പറ്റി പറയുന്നതാണ് 17 പാർട്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് 18 പാർട്ട് 18 എമർജൻസി ആണ് പാർട്ട് 20 എന്ന് പറയുന്നത് അമെൻഡ്മെന്റ് ആണ് അപ്പം നമ്മളോട് ചോദിച്ചു യൂണിയൻ ടെറിട്ടറിയെ പറ്റി പറയുന്ന പാർട്ട് ഏതാന്ന് ചോദിച്ചാൽ പാർട്ട് 8 ആണ് പാർട്ട് 8 ലാണ് യൂണിയൻ ടെറിട്ടറീസിനെ പറ്റി പറയുന്നത് ഓക്കെ ക്ലിയർ ഇനി 5th ക്വസ്റ്റ്യൻ Which of the following article is related to right to freedom of religion? Right to freedom of religion നെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചത് അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളോട് ഇപ്പൊ പറഞ്ഞു പാർട്ട് 3 ൽ ഫണ്ടമെന്റൽ റൈറ്റിനെ പറ്റിയിട്ടാ പറയുന്നതെന്ന് പറഞ്ഞു 12 to 35 വരെയുള്ള ആർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞു നിലവിൽ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു അതിൽ ആദ്യത്തേത് എന്താണ് റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറഞ്ഞല്ലേ ഇക്വാളിറ്റിയെ പറ്റിയിട്ടുള്ളതാണ് ആദ്യത്തേത് റൈറ്റ് അവകാശം തുല്യതയ്ക്കുള്ള അവകാശം അതിൽ 14 തൊട്ട് 18 വരെയുള്ള ആർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞു രണ്ടാമത്തേത് റൈറ്റ് ടു ഫ്രീഡം ആണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അതിൽ 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിൾ അതിൽ വരും ഫ്രീഡത്തിൽ വരും 6 ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് ഇക്വാലിറ്റി 14 തൊട്ട് 18 വരെ ഫ്രീഡം 19 മുതൽ 22 വരെ മൂന്നാമത്തെ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം കേട്ടോ എക്സ്പ്ലോയിറ്റേഷൻ ആണ് അത് ഏതാന്ന് ചോദിച്ചാൽ 23 24 റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ പിന്നെ വരുന്നതാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ കേട്ടോ നാലാമത്തെ റൈറ്റ് ആണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ അതിൽ വരുന്ന ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾ ആണ് 25 മുതൽ 28 വരെയാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് പിന്നെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് ആണ് അത് 29 30 ആണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് അത് കഴിഞ്ഞ് വരുന്നതാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയും 32 to 35 വരെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിൽ വരുന്നതാണ് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശമാണ് കേട്ടോ ഇങ്ങനെ 6 റൈറ്റുകളാണുള്ളത് അപ്പം റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഏതാണ് 25 മുതൽ 28 വരെയുള്ളത് അപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റും റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഇതിൽ ഏതാണ് ആർട്ടിക്കിൾ 25 ആണ് അതിൽ ആർട്ടിക്കിൾ 25
25 പറയുന്നത് എന്താ വെച്ചാൽ ഒരാൾക്ക് അതിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് റിലീജിയൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാം, വിശ്വസിക്കാം, ഏത് റിലീജിയൻ വേണമെങ്കിൽ ആചരിക്കാം എന്നൊക്കെ പറയുന്നതാണ് 25. ആർട്ടിക്കിൾ 26 ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫേഴ്സ്. അപ്പം മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും നോക്കി നടത്താനും ഒക്കെയുള്ള ഫ്രീഡമാണ് 26 പറയുന്നത് കേട്ടോ. അതുപോലെ ആർട്ടിക്കിൾ 27 ആണെങ്കിൽ ഫ്രീഡം ഫ്രം ദ പേയ്മെന്റ് ഓഫ് ടാക്സസ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് എ പർട്ടിക്കുലർ റിലീജിയൻ. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിർബന്ധിച്ച് നികുതി കൊടുക്കുന്നതിൽ നിന്നുമുള്ള ഫ്രീഡമാണ് 27 പറയുന്നത് കേട്ടോ. 27ാമത്തെ ഫ്രീഡം എന്ന് പറയുന്നത് നിർബന്ധിച്ച് നികുതി കൊടുക്കുന്നതിനുള്ള ഫ്രീഡമാണ്. ആൻഡ് ആർട്ടിക്കിൾ 28 എന്ന് പറയുന്നത് പ്രൊഹിബിറ്റ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റൈൻ ബൈ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം തന്നെ റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും പ്രൊഹിബിറ്റഡ് ആണ്, ഒന്നും പറയാൻ പറ്റില്ല. റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുക്കാൻ പാടില്ല സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒന്നും തന്നെ. അങ്ങനെ ആണ് 28ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പൊ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത്. സോ ഇതിൽ ഏത് വരും? ആർട്ടിക്കിൾ 25 ആണ്. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, under which article every citizen of India has been given the right to health? Okay, right to health. നമ്മൾ ഡയറക്ട്ലി പഠിക്കുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ റൈറ്റ് ടു ഹെൽത്തുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമുക്ക് എഴുതാൻ സാധിക്കും. റൈറ്റ് ടു ഹെൽത്ത് ഏത് ആർട്ടിക്കിൾ ആണ് റൈറ്റ് ടു ഹെൽത്തിനുള്ള അവകാശം തരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. റൈറ്റ് ടു ഇക്വാലിറ്റി രണ്ടാമത്തെ റൈറ്റ് ടു ഫ്രീഡം ആണ്. റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്നതാണ് ഈ 19. നമ്മൾ റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്നതാണ് 19 മുതൽ 22 വരെ രണ്ടാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞു. അതിൽ 19 പറയുന്നത് ഒരു 6 ഫ്രീഡത്തെ പറ്റി പറയുന്നു. അതാണ് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾ 20 എന്താ വെച്ചാൽ പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഓഫൻസസ്. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരായിട്ടുള്ള സംരക്ഷണമാണ്. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നതിന് എതിരായിട്ടുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. 21A എന്ന് പറയുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമമാണ് എന്തെന്ന് പറയുന്നത്. 21A എന്ന് പറയുന്നത് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് പറയുന്നതാണ്. Then Article 21. Article 21 എന്താ വെച്ചാൽ പ്രൊട്ടക്ഷൻ ടു ലൈഫ് ആൻഡ് ലിബർട്ടി. ഒരു വ്യക്തിക്ക് ജീവിക്കാനും അവരുടെ സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് കേട്ടോ. ഈ 19, 20, 21, 21A, 22 ഏത് വരുന്ന റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്നതാണ്. അതിൽ ആർട്ടിക്കിൾ 21 എന്താണെന്ന് ചോദിച്ചാൽ പ്രൊട്ടക്ഷൻ ടു ലൈഫ് ആൻഡ് ലിബർട്ടി. ഒരു വ്യക്തിക്ക് ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. അതിൽ തന്നെയാണ് റൈറ്റ് ടു ഹെൽത്ത് വരുന്നത്. നമുക്ക് ഹെൽത്തിനുള്ള റൈറ്റ്, നമ്മുടെ ആരോഗ്യം അല്ലെ ഹെൽത്തിനുള്ള റൈറ്റ് ഇന്ത്യൻ സിറ്റിസൺ ഏത് ആർട്ടിക്കിളിലൂടെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21 കേട്ടോ. 21. ഓക്കെ, ക്ലിയർ? വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എലിസ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഇത് ഇത്രയും നേരം അത് തന്നെയാണല്ലേ നമ്മൾ പറഞ്ഞു. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ട് പറയുന്ന പാർട്ട് ഏതാണ്? പാർട്ട് 3 ആണ്. ഞാൻ പറഞ്ഞു അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളൂ. ഈ പാർട്ട് 3 എല്ലാ പോയിന്റ്സും ക്ലിയർ ആയിട്ട് പഠിച്ചോളൂ. അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതാണ്? പാർട്ട് 3 ആണ്. ഓക്കെ, at the 8th question, who was appointed as Assembly's constitutional advisor in 1946 during the frame of Indian Constitution? Okay. അപ്പൊ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ പല ക്ലാസ്സുകളിൽ എടുത്തിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 ജനുവരി 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഫ്രെയിം ചെയ്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയാണ് എന്ത് ഫ്രെയിം ചെയ്തിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഭരണഘടന നിർമ്മിച്ചിരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയാണെന്ന് മനസ്സിലാക്കാം. ഈ ഭരണഘടനാ നിർമ്മാണ സഭ വരാൻ കാരണമായ ഒരു മിഷനുണ്ട്, ക്യാബിനറ്റ് മിഷൻ എന്ന് പറയും കേട്ടോ. ക്യാബിനറ്റ് മിഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വരാൻ കാരണം. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മനസ്സിലാക്കുക, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തിരിക്കുന്നത് 1946 ഡിസംബർ 6 കേട്ടോ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തിരിക്കുന്നത് 1946 ഡിസംബർ 6 ആദ്യ മീറ്റിംഗ് നടക്കുന്നതെന്ന് പറയുന്നത് 1946 ഡിസംബർ 9 അപ്പൊ ഫോം ചെയ്ത ഡേറ്റ് ഡിസംബർ 6 ആദ്യ മീറ്റിംഗ് ഡിസംബർ 9 നടന്നിരിക്കുന്നത്. ഇതുമായി മറ്റു കുറെ കാര്യങ്ങൾ ഉണ്ട്. അത് വേറെ ഇനി ക്ലാസ്സുകളായിട്ടും അല്ലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഈ ആദ്യത്തെ സെഷന്റെ സമയപരിധി കാരണം ഞാനൊന്ന് അങ്ങോട്ടേക്ക് പോകുന്നില്ല. പക്ഷേ മനസ്സിലാക്കാൻ 1946 ഡിസംബർ 6 ഫോം ചെയ്ത കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ആദ്യ മീറ്റിംഗ് 46 ഡിസംബർ 9 അപ്പൊ ആദ്യ മീറ്റിംഗിൽ ആദ്യമായി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡ്രസ് ചെയ്ത വ്യക്തി ആരാന്ന് ചോദിച്ചാൽ JB കൃപലാനിയാണ് കേട്ടോ. JB കൃപലാനിയാണ് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ അഡ്രസ് ചെയ്ത വ്യക്തി. ആരാന്ന് ചോദിച്ചാൽ JB കൃപലാനിയാണ്.
ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് ഒരു ടെമ്പററി ചെയർമാൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇന്ററീം ചെയർമാൻ ഉണ്ടായിരുന്നു. അത് ആരാണെന്ന് അറിയാമോ? സച്ചിദാനന്ദ സിൻഹയാണ്. ആരാണ്? സച്ചിദാനന്ദ സിൻഹ. അപ്പൊ ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡ്രസ് ചെയ്ത് JB കൃപലാനിയാണ്. അപ്പൊ ആ ഒരു മീറ്റിംഗിൽ ഒരു സീനിയർ മോസ്റ്റ്, അവിടുത്തെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ഒരു ടെമ്പററി ചെയർമാനായിട്ട്, താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തു. അത് സച്ചിദാനന്ദ സിൻഹയാണ്. ടെമ്പററി ചെയർമാനോ എൻട്രീം ചെയർമാനെന്നോ ചോദിച്ചാൽ സച്ചിദാനന്ദ സിൻഹയാണ്. അവിടെ വെച്ച് തന്നെ ഒരു ടെമ്പററി വൈസ് ചെയർമാനെയും തിരഞ്ഞെടുത്തു. ടെമ്പററി വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ഇൻട്രീം വൈസ് ചെയർമാനെ തിരഞ്ഞെടുത്തു. അതാണ് ഫ്രാങ്ക് ആന്റണി. ആരാണ്? ഫ്രാങ്ക് ആന്റണി ആണ് കേട്ടോ, ഫ്രാങ്ക് ആന്റണി. അപ്പൊ അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ടെമ്പററി വൈസ് ചെയർമാൻ എന്നോ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഇൻട്രീം വൈസ് ചെയർമാൻ എന്നോ ഒക്കെ ചോദിച്ചാൽ താൽക്കാലിക ഉപാധ്യക്ഷനായിട്ട് ആരെ തിരഞ്ഞെടുത്തു? ഫ്രാങ്ക് ആന്റണിയെ തിരഞ്ഞെടുത്തു. പിന്നീട് നമുക്കറിയാം 1946 ഡിസംബർ 11 പെർമനന്റ് ആയിട്ടുള്ള ചെയർമാനെ തിരഞ്ഞെടുത്തു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പെർമനന്റ് ചെയർമാൻ ആണ് ആരെന്ന് പറയുന്നത്? രാജേന്ദ്ര പ്രസാദ്. ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ് പെർമനന്റ് ചെയർമാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെർമനന്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പെർമനന്റ് ആയിട്ട് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. പെർമനന്റ് പ്രസിഡന്റും ഉണ്ട്, വൈസ് പ്രസിഡന്റും ഉണ്ട്. പെർമനന്റ് പ്രസിഡന്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അല്ലെ പെർമനന്റ് ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ആണ്. വൈസ് പ്രസിഡന്റ് HC മുഖർജി ആണ്. ആരാണ്? HC മുഖർജി. തുടക്കത്തിൽ HC മുഖർജി ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് VT കൃഷ്ണമാചാരിയും കൂടി ജോയിൻ ചെയ്തു കേട്ടോ. പിന്നീട് ആരും കൂടി ഉണ്ടായിരുന്നു? VT കൃഷ്ണമാചാരി. അപ്പൊ വൈസ് പ്രസിഡന്റ് HC മുഖർജിയും ഉണ്ട്, VT കൃഷ്ണമാചാരി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഈ HC മുഖർജി തുടക്കത്തിൽ HC മുഖർജി ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് VT കൃഷ്ണമാചാരിയുടെ വന്നു. ഇത് പെർമനന്റ് വൈസ് പ്രസിഡന്റ് ആണ്. പെർമനന്റ് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദുമാണ്. ഓക്കെ, ഇനി ഇതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ഉണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ അതാണ് ഈ ചോദിച്ചിരിക്കുന്നത്. BN റാവു ആണ്. B നാഗേന്ദ്ര റാവു എന്ന് പറയും. BN റാവു ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് BR റാവു. ബനഗൽ രാമറാവു എന്ന് പറയും. BR റാവു. അദ്ദേഹം RBI ഗവർണർ, ഏറ്റവും കൂടുതൽ കാലം RBIയുടെ ഗവർണറായിരുന്ന വ്യക്തിയാണ് ബനഗൽ രാമറാവു. BR റാവു അത് ഈ BN റാവുവിന്റെ സഹോദരനാണ്. അപ്പം BN റാവു, B നാഗേന്ദ്ര റാവു ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ എന്ന് പറയുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഒരു സെക്രട്ടറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. സെക്രട്ടറി ആരാന്ന് വെച്ചാൽ HBR അയ്യങ്കാർ ആണ്. HBR അയ്യങ്കാർ. അപ്പം ഈ പേരുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. December 6 ഫോം ചെയ്തു. December 9 ഫസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു. അഡ്രസ് ചെയ്ത ആദ്യ വ്യക്തി അതിനെ JB കൃപലാനിയാണ്. ടെമ്പററി ചെയർമാൻ സച്ചിദാനന്ദ സിൻഹ, ടെമ്പററി വൈസ് ചെയർമാൻ ഫ്രാങ്ക് ആന്റണി ആണ്. പെർമനന്റ് ചെയർമാൻ രാജേന്ദ്ര പ്രസാദും, പെർമനന്റ് വൈസ് ചെയർമാൻ അല്ലെ വൈസ് പ്രസിഡന്റ് HC മുഖർജി, VT കൃഷ്ണമാചാരി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സെക്രട്ടറി HBR അയ്യങ്കാറുമായിരുന്നു. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആരാന്ന് ചോദിച്ചാൽ B നാഗേന്ദ്ര റാവു ആണ്. ക്ലിയർ ആയല്ലോ? Which of the following is not a constitutional body? ഈ തന്നിരിക്കുന്നതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത്. നമുക്കറിയാം ഫിനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 280 ഫിനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. 324 അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണല്ലേ, 323A ആണ്. ട്രൈബ്സ് ആകുമ്പോൾ 323A ആണ്. SC ആകുമ്പോൾ 323. നാഷണൽ കമ്മീഷൻ ഫോർ SC 323, നാഷണൽ കമ്മീഷൻ ഫോർ ST 323A എന്ന് വെച്ചാൽ ഞാൻ ആർട്ടിക്കിൾ ഉൾപ്പെടെ പറഞ്ഞ എന്താ വെച്ചാൽ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിച്ചിട്ടുള്ള ബോഡീസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. അതിനൊരു ആർട്ടിക്കിളും ഉണ്ടാവും. ഇതിൽ നീതി ആയോഗാണ് എന്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലാത്തത്. നീതി ആയോഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നതാണ്. 2000 നീതി ആയോഗ് എന്നാ വരുന്നത് 2015 ജാനുവരി 1 നിലവിൽ വന്നതാണ്. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇതിന്റെ ഫുൾ ഫോം എപ്പോഴും പഠിച്ചു വെച്ചേക്കണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. 2015 ജനുവരി 1 വന്നതാണ് നീതി ആയോഗ്. പ്ലാനിംഗ് കമ്മീഷന് പകരം വന്ന ഒരു ബോഡിയാണ് എന്തെന്ന് പറയുന്നത് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഓക്കെ, നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും കേട്ടോ. പ്രൈം മിനിസ്റ്റർ ആണ് ചെയർമാൻ. അപ്പൊ നീതി ആയോഗ് എന്ന് പറയുന്നത് എന്താണ് പ്ലാനിംഗ് കമ്മീഷന് പകരം വന്ന ബോഡിയാണ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. ബാക്കി പറഞ്ഞ ഫിനാൻസ് കമ്മീഷനും ST കമ്മീഷനും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, which of the following adjective is not a part of the preamble? പ്രിയാമ്പിളിന്റെ പാർട്ട് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ, കാണുമ്പോൾ തന്നെ. കാരണം ലിബർട്ടി പ്രിയാമ്പിളുടെ ഭാഗമാണ്, സോവറൈൻ പ്രിയാമ്പിളുടെ ഭാഗമാണ്, സെക്യുലർ പ്രിയാമ്പിളുടെ ഭാഗമാണ്. അല്ലാത്തതെന്ന് പറയുന്നത് ടോളറന്റ് മാത്രമാണ്. ടോളറന്റ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ദ പ്രിയാമ്പിൾ. അങ്ങനെ ഒരു അഡ്ജക്റ്റീവ് പ്രിയാമ്പിൾ ഇല്ല. നമുക്കറിയാം പ്രിയാമ്പിൾ അല്ലെ, പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ ഫാദർ ഓഫ് ദി പ്രിയാമ്പിൾ ആരാണ്? ആർക്കിടെക്ട് ആരാണ്? നെഹ്റു ആണ്.
അപ്പൊ നെഹ്റു എങ്ങനെയാണ് പ്രിയാമ്പിളിന്റെ ഫാദർ ആയത് എന്നൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് എങ്ങനെയാ ആയതെന്നൊക്കെ. അപ്പം പ്രിയാമ്പിൾ അല്ലെ, ഒരു റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നെഹ്റു അവതരിപ്പിക്കുകയും പിന്നീട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അക്സെപ്റ്റ് ചെയ്യുകയും, അതുകൊണ്ടാണ് നെഹ്റു എന്ന് പറയുന്നത് ഫാദർ ഓഫ് ദി പ്രിയാമ്പിളായി മാറുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിന്റെ ഫാദർ അല്ലെങ്കിൽ ആർക്കിടെക്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ USA നിന്ന് ബോറോ ചെയ്ത കൺസെപ്റ്റ് ആണ് കേട്ടോ. പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് USA നിന്ന് കിട്ടിയതാണ്. പക്ഷെ അതിന്റെ ഫാദർ അല്ലെ ആർക്കിടെക്ട് ചോദിച്ചാൽ നെഹ്റു ആണ്. ഇനി നമുക്കൊരു പ്രിയാമ്പിൾ നമ്മൾ പലയിടത്തും വായിച്ചിട്ടുണ്ടല്ലേ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മുടെ ബുക്കുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇന്ത്യ ഇൻറ്റു എങ്ങനെയുള്ളതാണ്, സോവറൈൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്, സോവറൈൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ഇതാണ് ഇന്ത്യ. നമ്മൾ എവിടെ നോക്കിയാലും ഈ പ്രിയാമ്പിൾ കാണാൻ സാധിക്കും, ബുക്കിന്റെ ഒക്കെ ഫസ്റ്റ് പേജുകളിൽ കാണാൻ സാധിക്കും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്, സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ആ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഈ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിയുടെ ഒരു ക്യാരക്ടർ കാണിച്ചേക്കാണ്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഒരു ക്യാരക്ടറാണ് ആ കാണിച്ചിരിക്കുന്നത്, സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നുണ്ട്, ഈ പ്രിയാമ്പിളിൽ പറയുന്നുണ്ട് ഇതിന്റെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ ലിബർട്ടി ഇക്വാളിറ്റി ഫെർട്ടേണിറ്റി എന്ന് പറയുന്നത്, ജസ്റ്റിസ് ലിബർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ്. പ്രിയാമ്പിളിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ജസ്റ്റിസ്, അതുപോലെ എന്താണ് ലിബർട്ടി, അതുപോലെ ഇക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ എക്കണോമിക്കലി അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഉള്ള ജസ്റ്റിസ് ആണ് ഉദ്ദേശിക്കുന്നത്. ലിബർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുമുള്ള സ്വാതന്ത്ര്യം വേണം അല്ലെ, ജനങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യം കിട്ടിയിരിക്കണം, ജസ്റ്റിസ് കിട്ടിയിരിക്കണം. ഇക്വാലിറ്റി, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. അതുപോലെ തന്നെ ഫെർട്ടേണിറ്റി, ഫെർട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ സാഹോദര്യം എന്നാണ്. അപ്പം പ്രിയാമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രിയാമ്പിൾ ലക്ഷ്യം ഇതാണ്, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി. ആക്ച്വലി ഈ ജസ്റ്റിസ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ റഷ്യയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, റഷ്യൻ റവല്യൂഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള വേർഡാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടേണിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഫ്രാൻസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടേണിറ്റി ഫ്രാൻസിൽ നിന്നും, ജസ്റ്റിസ് എന്നുള്ളത് റഷ്യയിൽ നിന്നും. അപ്പൊ പ്രിയാമ്പിളിൽ സത്യത്തിൽ രണ്ട് രാജ്യങ്ങളെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രിയാമ്പിളിൽ റഷ്യയെ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഫ്രാൻസിനെ എന്ന് വെച്ചാൽ റഷ്യൻ റവല്യൂഷനും ഫ്രഞ്ച് റവല്യൂഷനെയും നമ്മൾ ആക്ച്വലി മെൻഷൻ ചെയ്യുന്നുണ്ട്. റഷ്യയിൽ നിന്ന് കിട്ടിയതാണ് ജസ്റ്റിസ്, അതുപോലെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടേണിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫ്രാൻസിൽ നിന്നും കിട്ടിയതാണ്. അതുപോലെ ഈ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തേക്കുന്ന ഒരേ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 1949 നവംബർ 26 ആണ്. എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് ആണ് ഈ 1949 നവംബർ 26. ഇത് മാത്രമേ പ്രിയാമ്പിളിൽ കാണാൻ സാധിക്കുള്ളൂ, ഈ ഒരൊറ്റ ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം പിന്നെ നമുക്കറിയാം പ്രിയാമ്പിൾ ഒരു ഒറ്റവട്ടേ അമെൻഡ് ചെയ്തുള്ളൂ. ആ അമെൻമെന്റ് ആക്ടിലൂടെയാണ് സോവറൈൻ സെക്യുലർ ഇന്റഗ്രിറ്റി എന്ന വാർഡ് സോഷ്യലിസ്റ്റ് പ്രിയാമ്പിൾ ഒരു വട്ടം മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഒറ്റ പ്രാവശ്യം. അത് 42nd അമെൻമെന്റ് ആക്ട് 1976 ആണ്. 42nd അമെൻമെന്റ് ആക്ട് 1976 പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരേ ഒരു പ്രാവശ്യം അമെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആഡ് ചെയ്ത വാക്കാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്ക്. സോഷ്യലിസ്റ്റും ഈ സോഷ്യലിസ്റ്റ് ഇവിടെ ആഡ് ചെയ്തു, അതുപോലെ സെക്യുലർ എന്നുള്ളത് ആഡ് ചെയ്തു, അതുപോലെ ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് പ്രിയാമ്പിളിൽ യൂണിറ്റി ഓഫ് നേഷൻ ഒരു ഭാഗമുണ്ട്, അവിടെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് നേഷൻ ആക്കി. യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി, അങ്ങനെ സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്ന വാക്കാണ് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തതിലൂടെ നമ്മൾ കൂട്ടിച്ചേർത്തത്. ഓക്കെ, അപ്പൊ ഈ വേർഡുകളെല്ലാം പ്രിയാമ്പിളിലുണ്ട്. ഇല്ലാത്ത ഒരു വേർഡ് എന്ന് പറയുന്നത് ഏതാന്ന് ചോദിച്ചാൽ ടോളറന്റ് ആണ്. അപ്പൊ പ്രിയാമ്പിളിൽ ഉപയോഗിക്കാത്ത അഡ്ജക്റ്റീവ് ഏതാന്ന് ചോദിച്ചാൽ ടോളറന്റ് ആണ്, ടോളറന്റ്. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഇന്ന് ഒരു 10 പ്രീവിയസ് ക്വസ്റ്റ്യനെ നമ്മൾ MTSന്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു 10 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തോളെങ്കിലും നമ്മൾ കുറെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നോക്കി അല്ലെ. 10 ക്വസ്റ്റ്യൻസിന്റെ ഒപ്പം തന്നെ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നോക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ഈ MTSന്റെ പരീക്ഷ എഴുതുന്നവർക്ക്, എല്ലാ പരീക്ഷകൾ എഴുതുന്നവർക്കും യൂസ്ഫുൾ ആണ്. ഇതെല്ലാം എന്താണ്, SSCയുടെ തന്നെ CHSL ആയാലും CGL ആയാലും ഏതൊരു എക്സാം, CPU ആയാലും GD ആയാലും ഗ്രൂപ്പ് ഡിയുടെ എക്സാം ആണെങ്കിലും എവറി എക്സാം, എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ആണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തന്നത്. അപ്പൊ MTSന്റെ പരീക്ഷ കഴിയുന്നിടം വരെ നമ്മുടെ ഈ സിലബസ് ബേസ്ഡ് നമ്മൾ പറഞ്ഞല്ലോ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള MTSന് വേണ്ടിയിട്ടുള്ള
ക്ലാസ്സുകൾ നമ്മുടെ പരീക്ഷ കഴിയുന്നിടം വരെ നിങ്ങൾക്ക് തരും. ഇതൊരു പാർട്ട് മാത്രമേ ആവുന്നുള്ളൂ. ബാക്കിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക്